മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ 11ാമത്തെ പുത്രനും ഇസ്രായേലിൻ്റെ ആദ്യകാല സംരക്ഷകനും ഇസ്രായേലിൻ്റെ 2 ഗോത്രങ്ങളുടെ പിതാവുമായ ജോസഫിൻ്റെ ജീവിതത്തിലെ ആദ്യ ഭാഗം നമുക്കിന്ന് അവലോകനം ചെയ്യാം. സ്വന്തം സഹോദരർ ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് ചെറുപ്പത്തിൽ അവനെ വിറ്റതും ദൈവത്തോടുള്ള തൻ്റെ പവിത്രതയും വിശ്വസ്തതയും സംരക്ഷിക്കുന്നതിനിടയിൽ അവൻ ജയിലിലായതും എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. യാക്കോബിൻ്റെ 11ാമത്തെ പുത്രനും റാഹേലിൻ്റെ ആദ്യജാതനുമായ ജോസഫ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അതുല്യമായ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. റാഹേലിൻ്റെ നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം അവൾക്കൊരു പുത്രനെ നൽകിയപ്പോൾ അവളുടെ ദുഃഖം മാറി. എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു, കർത്താവ് എനിക്ക് ഒരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 23-24 വാക്യങ്ങൾ. റാഹേലിനെ സംബന്ധിച്ച് ജോസഫിൻ്റെ ജനനം അവളുടെ വന്ധ്യതയുടെ അവസാനം മാത്രമല്ല, പുതിയ പ്രത്യാശയുടെ തുടക്കവുമായിരുന്നു. അത് നിറവേറ്റിക്കൊണ്ട് ദൈവം അവൾക്ക് മറ്റൊരു പുത്രനെ, ബെഞ്ചമിനെ കൂടി നൽകി. പക്ഷെ അതോടൊപ്പം അവളുടെ ജീവൻ നഷ്ടമായി. യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അദ്ദേഹത്തിൻ്റെ ഏറെ വിലപ്പെട്ടവനും ജോസഫായിരുന്നു. 14 വർഷം അമ്മായിയപ്പന് വേണ്ടി ജോലി ചെയ്ത് നേടിയ തൻ്റെ പ്രിയപത്നി റാഹേലിൻ്റെ ആദ്യജാതനായിരുന്നു ജോസഫ്. മാത്രമല്ല, തൻ്റെ വാർദ്ധക്യത്തിൽ അത്തരമൊരു വാഗ്ദത്ത ശിശുവിനെ ഇനി പ്രസവിക്കാൻ പ്രതീക്ഷിക്കാത്തപ്പോഴാണ് യാക്കോബിന് ആ മകനെ ലഭിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് ജോസഫിനോടുള്ള യാക്കോബിൻ്റെ വാത്സല്യം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ജ്വലിച്ചത്. അദ്ദേഹത്തിന് ജോസഫ് ഒരു വലിയ കുടുംബത്തിലെ മറ്റൊരു മകൻ മാത്രമായിരുന്നില്ല, പിൽക്കാലത്തും റാഹേലിനോടുള്ള തൻ്റെ തീഷ്ണ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തലും വാഗ്ദാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സാന്ത്വനവുമായിരുന്നു ജോസഫ്. തൻ്റെ പ്രത്യേക വാത്സല്യത്തെ പ്രകടമാക്കിക്കൊണ്ട് യാക്കോബ് ജോസഫിന് ഒരു അപൂർവ സമ്മാനം നൽകി. അത് കൈനീളമുള്ള ഒരു ബഹുവർണ്ണ കുപ്പായമായിരുന്നു. ഉൽപ്പത്തി 37-3 വാക്യം. ഇടയന്മാരുടെ സാധാരണ വസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വലിയ അങ്കി നന്നായി നെയ്ത ബഹുമാന സൂചകമായ സ്ഥാനീയ വസ്ത്രമായിരുന്നു. ജോസഫ് സാധാരണ ജോലിക്ക് നിയോഗിക്കപ്പെട്ടവനല്ല, മറിച്ചൊരു വലിയ ദൗത്യത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ് എന്നതിൻ്റെ സൂചനയായിരുന്നു അത്. യഹൂദ പാരമ്പര്യപ്രകാരം ഈ അങ്കിക്ക് ആഴമേറിയ പശ്ചാത്തലം കൽപ്പിക്കുന്നുണ്ട്. ഈ വസ്ത്രം ആദാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് റബായിമാർ പഠിപ്പിച്ചു. ആദാമിൻ്റെയും ഹവ്വായുടെയും പതനത്തിന് ശേഷം ദൈവം അവരെ ധരിപ്പിച്ച വസ്ത്രങ്ങൾ, ഉൽപ്പത്തി 3-21 വാക്യം. ആ വസ്ത്രങ്ങൾ സംരക്ഷിക്കപ്പെടുകയും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. ആദാമിൽ നിന്ന് അത് നോഹയിലേക്കും, നോഹയിൽ നിന്ന് ഷെമിലേക്കും, പിന്നീട് അബ്രഹാമിലേക്കും ഇസ്ഹാക്കിലേക്കും ഒടുവിൽ യാക്കോബിലേക്കും എത്തി. ഈ പ്രത്യേക വസ്ത്രം ജോസഫിനെ അണിയിച്ചതിലൂടെ യാക്കോബ് പിതൃതുല്യമായ വാത്സല്യം പ്രകടിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവന് ഉടമ്പടിയുടെയും ദിവ്യ അധികാരത്തിൻ്റെയും അനന്തര അവകാശം കൈമാറുകയായിരുന്നു. മൂത്ത സഹോദരന്മാരെ മറികടന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അവകാശിയായി അങ്ങനെ ഇളയവനായ ജോസഫിനെ യാക്കോബ് അടയാളപ്പെടുത്തി. അതിനാൽ ഇത് വെറും വസ്ത്രമായിരുന്നില്ല, അത് ഭാവി നിർണ്ണയിക്കുന്ന സ്ഥാനീയ അടയാളമായിരുന്നു. ഇത് മനസ്സിലാക്കിയ സഹോദരന്മാർക്ക് അതുമൂലം അസൂയ ജ്വലിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ജോസഫിൻ്റെ വസ്ത്രം അവരെക്കാൾ ഉയർന്ന് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അനുഗ്രഹങ്ങൾ അവകാശപ്പെടുത്തുന്നുവെന്ന് സൂചന നൽകി. അത് അവരിൽ കോപം ജ്വലിപ്പിക്കുകയും ഒടുവിൽ ജോസഫിൻ്റെ ആ വസ്ത്രം ഊരി മാറ്റി അവനെ അടിമത്തത്തിലേക്ക് വിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഉൽപ്പത്തി 37-23 വാക്യം. ജോസഫിൻ്റെ വസ്ത്രത്തിൻ്റെ കഥ ക്രിസ്തുവിന് പിന്നീട് സംഭവിക്കുവാനിരിക്കുന്നതിൻ്റെ മുൻനിഴലാണ്. പ്രിയപുത്രനായ ജോസഫിനെ സഹോദരന്മാർ ഒറ്റിക്കൊടുക്കുകയും അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുകയും അപമാനിതനായി എളിമപ്പെടുത്തുകയും ചെയ്തു. എങ്കിലും കഷ്ടപ്പാടുകളെ അതിജീവിച്ച് തൻ്റെ ജനത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അവൻ ദൈവപരിപാലയിൽ ഉയർത്തപ്പെട്ടു. അതുപോലെ ദൈവത്തിൻ്റെ പ്രിയപുത്രനായ ക്രിസ്തു സഹോദരതുല്യം താൻ സ്നേഹിച്ച പ്രിയ ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടുകയും മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുകയും കാൽവരിയിൽ വിവസ്ത്രനാക്കപ്പെടുകയും ചെയ്തു. മത്തായി 27-28 വാക്യം. എന്നാൽ അവൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും അവൻ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുകയും എല്ലാവരുടെയും രക്ഷകനായി മാറുകയും ചെയ്തു. അങ്ങനെ ജോസഫിന് ലഭിച്ച ബഹുവർണ്ണ അങ്കി ഒരു കുടുംബ സമ്മാനത്തെക്കാൾ വിശേഷപ്പെട്ടതായിരുന്നു. ഇത് രക്ഷാചരിത്രത്തിലെ ഒരു നിർണായക കണ്ണിയാണ്. അനന്തരാവകാശം, അസൂയ, കഷ്ടപ്പാട്,
ദൈവത്തിൻ്റെ കരുതൽ എന്നിവയെ സൂചിപ്പിക്കുന്ന ഒരു വസ്ത്രമായിരുന്നു അത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ പലപ്പോഴും അവൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുൻപ് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജോസഫ് ദൈവാനുഗ്രഹത്തിൻ്റെ വിശേഷ വസ്ത്രം ധരിച്ച പ്രിയപുത്രൻ മാത്രമല്ല, അവനൊരു സ്വപ്നക്കാരൻ കൂടിയായിരുന്നു. ഒരു രാത്രിയിൽ താനും സഹോദരന്മാരും വയലിൽ ധാന്യക്കറ്റകൾ കെട്ടുന്നത് അവൻ ഒരു ദർശനത്തിൽ കണ്ടു. പെട്ടെന്ന് അവൻ്റെ സഹോദരന്മാരുടെ കറ്റകൾ സ്വന്തം കറ്റകൾക്ക് മുമ്പിൽ കുമ്പിട്ടു. ഉൽപ്പത്തി 37-ാം അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങൾ. മറ്റൊരു രാത്രിയിൽ അവൻ വീണ്ടും സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവൻ്റെ മുമ്പിൽ കുമ്പിട്ടു. ഉൽപ്പത്തി 37:9 വാക്യം. ജോസഫിന് ഈ സ്വപ്നങ്ങൾ വെറും ഭാവനയല്ലായിരുന്നു. തൻ്റെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ നേർക്കാഴ്ചകളായും കർത്താവ് തന്നെ ഒരു വലിയ ലക്ഷ്യത്തിനായി തിരഞ്ഞെടുത്തതിൻ്റെ അടയാളങ്ങളായും അവൻ അവയെ മനസ്സിലാക്കി. എന്നാൽ സഹോദരന്മാർക്ക് ആ സ്വപ്നങ്ങൾ അവൻ്റെ അഹങ്കാരമായി തോന്നി. പിതാവിൻ്റെ പക്ഷപാതം കൊണ്ട് ഇതിനകം വേദനിക്കപ്പെട്ടിരുന്ന അവർ ഇപ്പോൾ ജോസഫ് തങ്ങളുടെ മേലുള്ള ഭരണാധികാരിയാണെന്ന് സ്ഥാപിക്കുന്നതായി തോന്നി. അവരുടെ അസൂയ നീരസമായി തിളച്ചു മറിയുകയും ദിവ്യ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്ന സ്വപ്നങ്ങൾ അവരുടെ വിദ്വേഷം വർദ്ധിപ്പിക്കുന്ന തീപ്പൊരികളായി മാറുകയും ചെയ്തു. ജോസഫിനെ അതിയായി സ്നേഹിച്ചിരുന്ന യാക്കോബ് പോലും പിതാവും അമ്മയും സഹോദരന്മാരും തൻ്റെ മുമ്പിൽ കുമ്പിടുന്നതിനെക്കുറിച്ചുള്ള ജോസഫിൻ്റെ സ്വപ്നത്തിൽ അസ്വസ്ഥനായിരുന്നു. ഉൽപ്പത്തി 37-ാം അധ്യായം 10-11 വാക്യങ്ങൾ. യഹൂദ മിദ്രാഷിൽ ജോസഫിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമുള്ള പ്രവചനങ്ങളായി കണക്കാക്കുന്നു. അവ വ്യർത്ഥമായ ഭാവനകളല്ല, മറിച്ച് മുൻകൂട്ടി വെളിപ്പെടുത്തിയ ദൈവഹിതത്തിൻ്റെ വെളിപ്പെടുത്തലുകളായിരുന്നു. കാലക്രമേണ ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു. ധാന്യം വാങ്ങുവാൻ ഈജിപ്തിലെത്തിയപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ അവൻ്റെ മുമ്പിൽ കുമ്പിട്ടു. ഉൽപ്പത്തി 42:6, 43:26, 28 വാക്യങ്ങൾ. 11 നക്ഷത്രങ്ങൾ കുമ്പിടുന്നതിൻ്റെ സാക്ഷാത്കാരമായിരുന്നു അത്. പിതാവായ യാക്കോബ് മകൻ ജോസഫിന് മുമ്പിൽ കുമ്പിടുന്നതായി വ്യക്തമാക്കുന്നില്ലെങ്കിലും ജോസഫിൻ്റെ അധികാരത്തിന് കീഴിൽ അവനെ ആശ്രയിച്ച ഈജിപ്തിൽ കഴിഞ്ഞപ്പോൾ സാരാംശത്തിൽ സ്വപ്നത്തിൽ കണ്ട പ്രവചനം നിറവേറി. ജോസഫിൻ്റെ അമ്മ റാഹേൽ ഇതിനകം മരിച്ചുപോയിരുന്നു. അതിനാൽ അവളുടെ കുമ്പിടൽ പ്രതീകാത്മകമായിരിക്കണം. ഒന്നുകിൽ ലേയായുടെ അത് പൂർത്തീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് മുഴുവൻ കുടുംബത്തിൻ്റെയും കാവ്യാത്മക ചിത്രമായിരുന്നു. അങ്ങനെ സ്വപ്നത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിലും സാരാംശത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ജോസഫിൻ്റെ സ്വപ്നങ്ങൾ ക്രിസ്തുവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തൻ്റെ മുമ്പിൽ കുമ്പിടുന്നത് ജോസഫ് കണ്ടതുപോലെ ക്രിസ്തുവിന് എല്ലാ സൃഷ്ടികളുടെയും ആദരവ് ലഭിക്കുന്നു. ഇസ്രായേൽ ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന ജോസഫിൻ്റെ സഹോദരന്മാർ ഒരു ദിവസം അവൻ്റെ മുമ്പിൽ കുമ്പിടുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുകയും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുകയും ചെയ്യും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അതിനാൽ ജോസഫിൻ്റെ സ്വപ്നങ്ങൾ അവൻ്റെ സ്വന്തം വിധിയെക്കുറിച്ച് മാത്രമല്ല, അവ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ഒരു മുൻനിഴലായിരുന്നു. ജോസഫിനോടുള്ള യാക്കോബിൻ്റെ സ്നേഹം അവൻ്റെ സഹോദരന്മാർക്കിടയിൽ ആഴമായ നീരസമുണർത്തി. ദോഥാനിനടുത്ത് അവരെ അന്വേഷിക്കാൻ യാക്കോബ് ജോസഫിനെ അയച്ചപ്പോൾ അവരുടെ വിദ്വേഷം പ്രകടിപ്പിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു. അവൻ തൻ്റെ ആഡംബരപൂർണമായ ബഹുവർണ്ണ കുപ്പായം ധരിച്ച് അടുത്തു വരുന്നത് കണ്ടയുടനെ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, വരുവൻ, നമുക്ക് അവനെ കൊന്ന് കുഴിയിലെറിയാം. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു നിന്നെന്ന് പറയുകയും ചെയ്യാം. അവൻ്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ. ഉൽപ്പത്തി 37-ാം അധ്യായം 19-20 വാക്യങ്ങൾ. മൂത്തവനായ റൂബൻ നിയന്ത്രണം ഏറ്റെടുത്തു. അവരുടെ അസൂയയിൽ അവനും പങ്കു ചേർന്നെങ്കിലും അവൻ ജോസഫിൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. അവനെ ഒരു വരണ്ട കുഴിയിൽ എറിയാൻ അവൻ അവരെ പ്രേരിപ്പിച്ചു. പിന്നീട് അവനെ രക്ഷിച്ച് തൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തിക്കാനായിരുന്നു അവൻ്റെ രഹസ്യ പദ്ധതി. ഉൽപ്പത്തി 37, 21, 22. എന്നാൽ റൂബന് അവരെ രക്ഷിക്കാൻ കഴിയുന്നതിന് മുൻപ് യൂദാ മറ്റൊരു പരിഹാരം നിർദ്ദേശിച്ചു. നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വെച്ചത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? വരുവൻ നമുക്ക് അവനെ ഇസ്മായിലിയർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട, അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. ഉൽപ്പത്തി 37, 26, 27 വാക്യങ്ങൾ. അവൻ്റെ വാക്കുകൾ അവരുടെ അസൂയയെയും മനസാക്ഷിയെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തി. അങ്ങനെ ജോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചെടുത്ത്
ആ കാലഘട്ടത്തിലെ ഒരു യുവ അടിമയുടെ വിലയായ 20 വെള്ളിക്കാശിന് ഈജിപ്തിലേക്ക് പോകുന്ന ഇസ്മായേലിയരുടെ അഥവാ മിദ്യാനിൻ വ്യാപാരികളുടെ ഒരു യാത്രാ സംഘത്തിന് വിറ്റു. ഉൽപ്പത്തി 37:28 വാക്യം. തങ്ങളുടെ പ്രവൃത്തി മറച്ചു വയ്ക്കാൻ സഹോദരന്മാർ ജോസഫിൻ്റെ അമൂല്യ വസ്ത്രം ഒരാടിൻ്റെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ മുക്കി യാക്കോബിനെ കാണിച്ചു. രക്തം പുരണ്ട മേലങ്കി കണ്ട് അവരുടെ പിതാവ് വേദനയോടെ നിലവിളിച്ചു. ഒരു കാട്ടുമൃഗം തൻ്റെ പ്രിയ മകനെ വിഴുങ്ങിയെന്ന് ബോധ്യപ്പെട്ടു. അവൻ തൻ്റെ വസ്ത്രങ്ങൾ കീറി ചാക്ക് ധരിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ പോകും എന്ന് വിലപിച്ചു. ഉൽപ്പത്തി 37:35 വാക്യം. അങ്ങനെ യാക്കോബിന് തൻ്റെ പ്രിയ മകനെ നഷ്ടപ്പെട്ടു. അവൻ്റെ ദുഃഖം ആശ്വസിക്കപ്പെടാൻ ആവാത്തതായിരുന്നു. റബായിമാരുടെ ലിഖിതങ്ങൾ ഈ ദാരുണമായ സംഭവത്തെ വിപുലീകരിക്കുന്നുണ്ട്. ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ വിറ്റതിന് ശേഷം ഭക്ഷണം കഴിക്കുവാനിരുന്നുവെന്ന് മിദ്രാഷ് പഠിപ്പിക്കുന്നു. കുറ്റകൃത്യത്തിന് ശേഷവും അവരുടെ പശ്ചാത്താപമില്ലായ്മയെ അത് സൂചിപ്പിക്കുന്നു. ചില പാരമ്പര്യങ്ങൾ പറയുന്നത് ജോസഫ് അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ റൂബൻ ദുഃഖത്താൽ തൻ്റെ വസ്ത്രങ്ങൾ കീറിയെന്നാണ്. തെറ്റുകാരിലും കുറ്റബോധം ഉണ്ടായിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. യാക്കോബിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ആടിൻ്റെ രക്തം ഉപയോഗിച്ചത് കാവ്യനീതിയുടെ അളവുകോലായി കാണുന്നു. യാക്കോബ് ഒരിക്കൽ തൻ്റെ പിതാവായ ഇസ്ഹാക്കിനെ ഒരു ആടിൻ്റെ തോൽ കൊണ്ട് വഞ്ചിച്ചതുപോലെ ഉൽപ്പത്തി 27:16 ഇപ്പോൾ അവൻ തന്നെയും ആടിൻ്റെ രക്തം കൊണ്ട് വഞ്ചിക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു സൂചനയാണ് ജോസഫിൻ്റെ വഞ്ചന കഥ. ഒന്നാമത്, ഇരുവരും തങ്ങളുടെ പിതാക്കന്മാരുടെ പ്രിയപ്പെട്ട പുത്രന്മാരായിരുന്നു. ജോസഫ് യാക്കോബിന് അത്യധികം പ്രിയപ്പെട്ടവനായിരുന്നെങ്കിൽ ഈശോ പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്. മത്തായി 3:17. 2, ഇരുവരുടെയും വസ്ത്രങ്ങൾ അഴിച്ചു കളഞ്ഞു. ജോസഫിൻ്റെ മേലങ്കി സഹോദരന്മാർ എടുത്തു മാറ്റി. ക്രൂശിക്കുന്നതിന് മുൻപ് യേശുവിൻ്റെ മേലങ്കി പടയാളികൾ ഉരിഞ്ഞെടുത്തു. മത്തായി 27:28. ഇരുവരുടെയും വസ്ത്രങ്ങളിൽ രക്തം പുരണ്ടു. 3, രണ്ടുപേരെയും അടിമയുടെ വിലയായ വെള്ളിക്കാശിന് വിറ്റു. ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ 20 വെള്ളിക്കാശിന് വിറ്റപ്പോൾ ഈശോയുടെ സ്വന്തം ശിഷ്യൻ 30 വെള്ളി നാണയത്തിന് ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. മത്തായി 26:15. 4, ഇരുവരെയും വിദേശികൾക്ക് കൈമാറി. ജോസഫിനെ ഇസ്മായിലിയർക്കും യേശുവിനെ റോമൻ പട്ടാളക്കാർക്കും പീഡനത്തിന് ഏൽപ്പിച്ചു. 5, ഇരുവരും മരിച്ചതായി കരുതിയെങ്കിലും അവർ ജനങ്ങളുടെ രക്ഷകരായി. ജോസഫ് എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് യാക്കോബ് വിശ്വസിച്ചു. എങ്കിലും ദൈവം അവൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ അവനെ ഉയർപ്പിച്ചു. ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ടും എല്ലാവരുടെയും രക്ഷകനായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഇരുവരുടെയും കഷ്ടപ്പാടുകളിലൂടെ ദൈവം രക്ഷ കൊണ്ടുവന്നു. ജോസഫ് തൻ്റെ കുടുംബത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിച്ചു. യേശു ലോകത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ചു. ജോസഫിൻ്റെ സഹോദരന്മാർ തിന്മയ്ക്കായി ഉദ്ദേശിച്ചത് ദൈവം ഒരു രക്ഷയുടെ പാതയാക്കി മാറ്റി. ഉൽപ്പത്തി 50:20 വാക്യം. ഈജിപ്തിൽ ജോസഫിൻ്റെ ഉന്നതിയിലേക്കുള്ള നിമിത്തമായി ഈ വിശ്വാസവഞ്ചന മാറി. അവിടെ അവൻ തന്നെ വിറ്റ സഹോദരന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും സംരക്ഷകനായി പിന്നീട് മാറി. അതുപോലെ വിശ്വാസവഞ്ചന ക്രിസ്തുവിനെ ക്രൂശിലേക്ക് നയിച്ചു. എന്നാൽ ആ കുരിശ് ജീവവൃക്ഷമായി മാറി. പരാജയമായി കാണപ്പെട്ടത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു. ജോസഫിനും യേശുവിനും കഷ്ടപ്പാട് അവസാനമല്ല, മറിച്ച് മഹത്വത്തിനും രക്ഷയിലേക്കുമുള്ള മറഞ്ഞിരിക്കുന്ന വാതിലായിരുന്നു. ജോസഫിനെ വിലയ്ക്ക് വാങ്ങിയ വ്യാപാരി സംഘം ജോസഫിനെ കാനാൻ മലമ്പ്രദേശത്ത് നിന്ന് വളരെ ദൂരെയുള്ള ഈജിപ്തിലേക്ക്, നൈൽ നദിയുടെ മഹത്തായ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ സഹോദരന്മാർക്ക് അവൻ തിരസ്കൃതനായി. യാക്കോബിന് അവൻ മരിച്ചു. പക്ഷെ ദൈവത്തിന് ജോസഫ് ജീവിക്കുന്നവനായിരുന്നു. ഈജിപ്തിൽ ജോസഫിനെ ഫറവോയുടെ ഉദ്യോഗസ്ഥനും കാവൽക്കാരൻ്റെ നായകനുമായ പോത്തിഫറിന് വിറ്റു. ഉൽപ്പത്തി 37:36 വാക്യം. അടിമത്തത്തിലേക്കുള്ള അവൻ്റെ പതനം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയുടെയും വിജയത്തിൻ്റെയും ആദ്യ പടിയായിരുന്നു. അടിമത്തത്തിൻ്റെ സഹനകാലത്ത് ജോസഫ് ഏറെ നിരാശനായിരിക്കണം. ബഹുമാനത്തിൻ്റെ മേലങ്കിയും പിതാവിൻ്റെ വാത്സല്യവും അവന് നഷ്ടമായി. സഹോദരന്മാരുടെ വഞ്ചന അവൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തി. എങ്കിലും വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നു, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ഈജിപ്തുകാരനായ യജമാനൻ്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നുവെന്നും അവൻ്റെ യജമാനന് മനസ്സിലായി. അവൻ യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പോത്തിഫാറിനെ ശുശ്രൂഷിച്ചു. തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു.
ഉൽപ്പത്തി 39 2 മുതൽ 4 വരെ വാക്യങ്ങൾ. അങ്ങനെ ഉടമ്പടി വാഗ്ദാനങ്ങളെ ചങ്ങലകളാൽ ബന്ധിക്കാൻ കഴിയില്ലെന്ന് ഇത് കാണിക്കുന്നു. ജോസഫ് തൻ്റെ പിതാവിൻ്റെയും പൂർവികരുടെ ഉടമ്പടിയുടെയും ഓർമ്മകൾ ഉള്ളിൽ വഹിച്ചുകൊണ്ട് യഹൂദ പാരമ്പര്യം പ്രതിഫലിപ്പിച്ചു. പരീക്ഷിക്കപ്പെടുകയും പ്രലോഭിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടും അവൻ വിശ്വസ്തതയിൽ ഉറച്ചു നിന്നു. ക്ഷണിക സുഖങ്ങൾക്കോ ഭൗതിക നേട്ടങ്ങൾക്കോ പകരം ദൈവത്തോടുള്ള അനുസരണം അവൻ തിരഞ്ഞെടുത്തു. രഹസ്യത്തിലുള്ള അവൻ്റെ വിശ്വസ്തത അവനെ ഭാവിയിലെ ഉന്നത അധികാരത്തിന് വഴിയൊരുക്കി. ഈജിപ്തിലേക്കുള്ള ജോസഫിൻ്റെ പതനം ക്രിസ്തുവിൻ്റെ എളിമപ്പെടുത്തലിനെ പ്രതിഫലിപ്പിക്കുന്നു. ജോസഫ് അടിമത്തത്തിലേക്ക് താഴ്ത്തപ്പെട്ടതുപോലെ ക്രിസ്തു തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 എന്നിരുന്നാലും രണ്ടും വെളിപ്പെടുത്തുന്നത് താഴ്മയാണ് മഹത്വത്തിലേക്കുള്ള കവാടം എന്നാണ്. നഷ്ടമായി തോന്നിയത് ദൈവത്തിൻ്റെ കരുതലിൽ രക്ഷയുടെ മറഞ്ഞിരിക്കുന്ന അടിത്തറയായിരുന്നു. ജോസഫ് തൻ്റെ കുടുംബത്തിന് മാത്രമല്ല, ക്ഷാമകാലത്ത് ഈജിപ്തിലേക്ക് വരുന്ന എല്ലാ ജനതകൾക്കും രക്ഷകനായി. ദൈവത്തിൻ്റെ കരുതൽ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അതിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന് ജോസഫിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസവഞ്ചന, നാടുകടത്തൽ, അനീതി എന്നിവ ജോസഫിനെ തൻ്റെ ദൗത്യത്തിനായി ഒരുക്കുന്നതിനുള്ള ദൈവിക മാർഗങ്ങളായിരുന്നു. കുടുംബത്തിൽ നിന്നും അവനെ വേർപെടുത്തിയ സംഭവം തന്നെ ഒരു ദിവസം അവനെ ആ കുടുംബത്തിൻ്റെ സംരക്ഷണയ്ക്കായി ഒരുക്കുന്നതിനായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ പരാജയമോ വിശ്വാസവഞ്ചനയോ പോലെ തോന്നുന്നത് ഒരു വലിയ വിളിയുടെ തുടക്കമായിരിക്കാം. ജോസഫിൻ്റെ കാര്യത്തിൽ എന്ന പോലെ, എല്ലാറ്റിനും ഉപരി ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ എന്ന പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8 പോത്തിഫർ തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ചു. ഉൽപ്പത്തി 39 4 ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. ഉൽപ്പത്തി 39 5 എന്നാൽ ഈ ഘട്ടത്തിൽ ഒരു കഠിന പരീക്ഷണം ജോസഫിനുണ്ടായി. ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എൻ്റെ കൂടെ ശയിക്കുക അവൾ അവനോട് ആവശ്യപ്പെട്ടു. ഉൽപ്പത്തി 39 7 ജോസഫ് അവളുടെ ലൈംഗിക പ്രേരണകളെ നിരസിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്ത് ഇരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. ഉൽപ്പത്തി 39 9 മുതൽ 10 പോത്തിഫറിനോടുള്ള വിശ്വസ്തത മാത്രമല്ല, എല്ലാറ്റിനും ഉപരി ദൈവത്തോടുള്ള വിശ്വസ്തതയും അവൻ്റെ വിസമ്മതത്തിന് കാരണമായിരുന്നു. വ്യഭിചാരത്തെ മനുഷ്യവഞ്ചനയേക്കാൾ കർത്താവിനെതിരായ ഒരു കുറ്റകൃത്യമായി ജോസഫ് കണ്ടു. അവൻ അവളുടെ സാന്നിധ്യം ഒഴിവാക്കിയത് നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ട ആത്മനിയന്ത്രണത്തിൻ്റെ പാതയാണ്. ഒരു ദിവസം അവർ തനിച്ചായപ്പോൾ അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് എന്നോടൊപ്പം ശയിക്കുക എന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. ജോസഫ് അവൻ്റെ മേലങ്കി ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഉൽപ്പത്തി 39 12-13 അവൻ്റെ തിരസ്കരണത്തിൽ കുപിതയായ അവൾ ജോസഫ് തനിക്കെതിരെ ആക്രമണ ശ്രമം നടത്തിയെന്ന് വ്യാജമായി ആരോപിച്ച് ആ മേലങ്കി തെളിവായി കാണിച്ചു. കോപാകുലനായ പോത്തിഫർ അവനെ പിടികൂടി രാജാവിൻ്റെ തടവുകാരെ അടച്ചിരുന്ന കാരാഗൃഹത്തിലാക്കി. അവിടെ അവൻ ജയിലിൽ കഴിയേണ്ടി വന്നു. ഉൽപ്പത്തി 39 20 അങ്ങനെ ജോസഫിൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയും ഹൃദയശുദ്ധിയും പ്രതിഫലത്തിലേക്കല്ല അപമാനത്തിലേക്കും ചങ്ങലകളിലേക്കും നയിച്ചു. എന്നിരുന്നാലും ബൈബിൾ വീണ്ടും ഊന്നി പറയുന്നു, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. അവന് കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു. കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെ എല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു. ഉൽപ്പത്തി 39 21-22 അതിനാൽ ജയിലിൽ പോലും അവൻ പ്രീതിയും അധികാരവും കണ്ടെത്തി. കാരണം അത് ഒരു അനീതിക്കും ദൈവത്തിൻ്റെ കരുതൽ നശിപ്പിക്കാൻ കഴിയില്ല. യഹൂദ പഠിപ്പിക്കലിൽ മേലങ്കി ഉപേക്ഷിച്ച് ജോസഫ് ഓടിപ്പോയത് ലജ്ജയേക്കാൾ നീതിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആത്യന്തിക പ്രവൃത്തിയായി പ്രശംസിക്കപ്പെടുന്നു. പ്രലോഭനം വളരെ ശക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും പാപത്തെ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് വാദിക്കാൻ താൽമുഡ് ജോസഫിൻ്റെ ഈ കഥ ഉപയോഗിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ ജോസഫിൻ്റെ മാതൃകയെ പവിത്രത,
വിശ്വസ്തത, സത്യസന്ധത എന്നിവയുടെ മാതൃകയായി ഉയർത്തിക്കാട്ടുന്നു. പാപം മറ്റൊരു വ്യക്തിക്കെതിരെ മാത്രമല്ല, ദൈവത്തിനെതിരെയാണെന്ന് ജോസഫ് പഠിപ്പിക്കുന്നു. പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നതിൻ്റെ വിവേകത്തെയാണ് ജോസഫിൻ്റെ ശാരീരിക പലായനം നമ്മെ പഠിപ്പിക്കുന്നത്. ധാർമ്മിക ജീവിതത്തിനായി സഭ നിരന്തരം പഠിപ്പിക്കുന്ന ഒരു തത്വമാണ് ഇത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷ തത്വമാണ് ജോസഫ് മുൻനിഴലാക്കുന്നത്. ഭൗതിക സന്തോഷത്തേക്കാൾ വിശുദ്ധി എന്ന അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കത്തോലിക്ക പാരമ്പര്യത്തിൽ വീരോചിത പുണ്യമായി ആദരിക്കപ്പെടുന്നു. ക്രിസ്തുവിനെ പോലെ ജോസഫിനും നിരപരാധിത്വം ഉണ്ടായിരുന്നിട്ടും അന്യായമായി കുറ്റപ്പെടുത്തുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. വിശ്വസ്തത കഷ്ടപ്പാട് കൊണ്ടുവന്നേക്കാം, എന്നാൽ ദൈവം പ്രതിഫലം നൽകാതെ പോകില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത്. ഉൽപ്പത്തിയിലെ ജോസഫ് ദൈവസ്നേഹത്തെ പ്രതി പ്രലോഭനത്തെ ചെറുത്തു നിൽക്കുന്ന പവിത്രതയുടെ മാതൃകയായി നിലകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് സമാനമായ വ്യക്തികളെ ബൈബിളിൽ കാണുവാൻ കഴിയും. ഡാനിയലിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ ജോസഫിനെ പോലെ സൂസനെയും പാപത്തിന് പ്രലോഭിപ്പിക്കപ്പെടുന്നതായി കാണാം. ധാർമ്മിക വിശ്വസ്തത തിരഞ്ഞെടുത്തിയ അവൾ കർത്താവിനെ വഞ്ചിക്കുന്നതിനേക്കാൾ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. ജോസഫും സൂസനെയും തെറ്റായ ആരോപണങ്ങൾ നേരിട്ടു. പക്ഷേ പിന്നീട് ദൈവത്തിൻ്റെ പരിപാലനത്താൽ അവർ രക്ഷിക്കപ്പെട്ടു. പവിത്രത കഷ്ടപ്പാട് കൊണ്ടുവന്നേക്കാം, പക്ഷെ ദൈവം നമ്മെ പരിപാലിക്കുന്നുവെന്ന് ഇവരുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ദാനിയേലും 3 യുവാക്കളും ലൈംഗിക വിശുദ്ധിയിലല്ല, മറിച്ച് രാജാവിൻ്റെ ഭക്ഷണത്താൽ മലിനമാകാൻ വിസമ്മതിച്ചുകൊണ്ട് ധാർമ്മിക വിശ്വസ്തതയിലാണ് പവിത്രത കാണിച്ചത്. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ജോസഫിനെ പോലെ അവരുടെ ചെറിയ വിശ്വാസ പ്രവൃത്തികൾ അവരെ ഭരണാധികാരികളുടെ മുമ്പാകെ വലിയ ദൗത്യത്തിന് സൗജ്യമാക്കി. പുതിയ നിയമത്തിൽ ഈശോയുടെ മാതാവായ മറിയം പവിത്രതയെ അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ ഉൾക്കൊണ്ടു. അവൾ തൻ്റെ കന്യകാത്വം ദൈവത്തിന് സ്വതന്ത്രമായി സമർപ്പിക്കുകയും ദൈവഹിതത്തിന് സമ്മതിക്കുകയും ചെയ്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. അവൾ വിശുദ്ധി നിലനിർത്തുമ്പോഴും തെറ്റിദ്ധാരണയും അപകട സാധ്യതയും ഇടയായി. എന്നാൽ ജോസഫിനുണ്ടായ സ്വപ്നത്തിലൂടെ അവളെ രക്ഷിക്കുവാൻ ദൈവം ഇടപെട്ടു. യേശുവിൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് വിവാഹ ഉടമ്പടിയുടെ ഇടയിലും കന്യകാ പവിത്രത പാലിച്ചു. മാതാവിൻ്റെ സമർപ്പണത്തെ ആദരിച്ച് യേശുവിനെ സംരക്ഷിച്ചു. സുവിശേഷങ്ങളിലെ അദ്ദേഹത്തിൻ്റെ നിശബ്ദത അദ്ദേഹത്തിൻ്റെ ഹൃദയശുദ്ധിയും ദൈവഹിതത്തോടുള്ള അനുസരണവും വെളിപ്പെടുത്തുന്നു. ഉൽപ്പത്തിയിലെ ജോസഫിനെ പോലെ അദ്ദേഹം ഒരു സ്വപ്നക്കാരനും ഒരു കുടുംബത്തിൻ്റെ രക്ഷകനുമായിരുന്നു. പവിത്രതയെ അദ്ദേഹം വെറും വർജനമായിട്ടല്ല, നിസ്വാർത്ഥവും സംരക്ഷണാത്മകവുമായ സ്നേഹമായി രൂപപ്പെടുത്തി. ചുരുക്കത്തിൽ ജോസഫിൻ്റെ ജീവിതത്തിലെ ആദ്യ ഭാഗം സ്നേഹം, അസൂയ, വിശ്വാസവഞ്ചന, പ്രലോഭനം, അന്യായമായ കഷ്ടപ്പാടുകൾ എന്നിവയാൽ സങ്കീർണമായ ഒരു യാത്രയായിരുന്നു. എങ്കിലും അവയ്ക്കിടയിൽ ജോസഫ് ദൈവത്തോട് വിശ്വസ്തനായി തുടർന്നു. കർത്താവ് അവനോടൊപ്പം ഉണ്ടായിരുന്നു. ജീവിത വിശുദ്ധിയും ദൈവത്തോടുള്ള അനുസരണയും ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചേക്കാമെങ്കിലും അവ ദൈവത്തിൻ്റെ കരുതലിൽ വലിയ അനുഗ്രഹങ്ങൾക്കുള്ള വഴി തുറക്കുന്നുവെന്ന് ജോസഫിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ പ്രിയപുത്രനായ ക്രിസ്തുവിനെ മുൻനിഴലാക്കുന്നു. ജോസഫിനെ പോലെ ഈശോയുടെ കഷ്ടപ്പാടും നിഷ്കളങ്കതയും മുഴുവൻ ലോകത്തിനും മോചനം നൽകി. ജോസഫിൻ്റെ ഈ ആദ്യകാല ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ നോക്കാം. 1. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പലപ്പോഴും പരീക്ഷണത്തിന് വിധേയമാകുന്നു. ദൈവം ജോസഫിനെ പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുകയും യാക്കോബ് വിശേഷവിധിയായി അവനെ സ്നേഹിക്കുകയും ചെയ്തു. പക്ഷേ അസൂയ, വിശ്വാസവഞ്ചന, അടിമത്തം എന്നിവയ്ക്ക് അവൻ വിധേയനായി. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കഷ്ടപ്പാടുകളിൽ നിന്ന് നമ്മെ ഒഴിവാക്കുന്നില്ല, അത് നമ്മെ ശുദ്ധീകരിക്കുകയും അവൻ്റെ പദ്ധതിക്കായി ഒരുക്കുകയും ചെയ്യുന്നു. 2. പ്രലോഭനത്തിലെ ജാഗ്രത. പോത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ പാപത്തിനായി പിന്തുടർന്നപ്പോൾ അവൻ പാപ സാഹചര്യങ്ങളിൽ നിന്നും ഓടിയകന്നു. വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വന്നാലും പാപം ഒഴിവാക്കുകയും ക്ഷണിക സുഖത്തിന് പകരം ദൈവത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ജോസഫ് നമുക്ക് കാണിച്ചു തരുന്നു. 3. വിശ്വാസ വഞ്ചനയിലൂടെയും സംരക്ഷണം പ്രവർത്തിക്കുന്നു. ജോസഫിൻ്റെ സഹോദരന്മാർ തിന്മയ്ക്കായി ഉദ്ദേശിച്ചത് ദൈവം രക്ഷയ്ക്കുള്ള പാതയാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലും വിശ്വാസ വഞ്ചനയും അനീതിയും പോലും ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഉപകരണങ്ങളായി മാറാം.
4. പവിത്രത ബലഹീനതയല്ല, ശക്തിയാണ്. സൂസന്ന, പരിശുദ്ധ മാതാവ്, വിശുദ്ധ യൗസേപ്പ് എന്നിവരുടെ വിശുദ്ധി പോലെ ജോസഫിൻ്റെ വിശുദ്ധി യഥാർത്ഥ പവിത്രത, ഹിതത്തോടുള്ള വിശ്വസ്തതയാണെന്ന് കാണിക്കുന്നു. അത് നമ്മെ കൂടുതൽ മഹത്തായ ദൗത്യത്തിനും ഫലപ്രാപ്തിക്കും സജ്ജമാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ജോസഫിൻ്റെ പരീക്ഷണങ്ങളിൽ നീ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവനെ തിരസ്കരണത്തിൽ നിന്ന് ബഹുമാനത്തിലേക്കും, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും, പ്രലോഭനത്തിൽ നിന്ന് നീതിയിലേക്ക് നയിച്ചു. പാപത്തെ ചെറുക്കാനും വിശുദ്ധിയെ സ്വീകരിക്കുവാനും എല്ലാ പരീക്ഷണങ്ങളിലും നിന്റെ പരിപാലനത്തിൽ ആശ്രയിക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ സജ്ജമാക്കണമേ. ആമേൻ.